നിങ്ങളുടെ ദുർബലമായ മേഖലയെ മെച്ചപ്പെടുത്താനല്ല ശ്രമിക്കേണ്ടത്, ശക്തമായ മേഖലയെ കൂടുതൽ കരുത്തുറ്റതാക്കാനാണ് ശ്രമിക്കേണ്ടത്. ആത്മവിശ്വാസം വിജയത്തെ കൊണ്ടുവരണമെന്നില്ല, മറിച്ച് ഏതു വെല്ലുവിളികളെയും നേരിടാനുള്ള ശക്തി നൽകും. പ്രതീക്ഷകളാണ് മനുഷ്യനെ നിലനിർത്തുന്നതെങ്കിലും വിശ്വാസമാണ് അത് നേടിത്തരുന്നത്. നിങ്ങളെ മുഴുവനായി സമർപ്പിക്കുമ്പോഴാണ് നിങ്ങളിലെ മികച്ചത് പുറത്തുവരുന്നത്. ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ കാണുന്ന ഭയാനകമായ ദൃശ്യങ്ങളാണ് തടസ്സങ്ങൾ. വിശ്വസിക്കുക, വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ പാതി വഴി പിന്നിട്ട് കഴിഞ്ഞു. ഒരു സ്ത്രീയെ സത്യസന്ധമായി സ്നേഹിക്കുന്ന പുരുഷൻ അവളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ അറിയാൻ താല്പര്യം കാണിക്കും. ലോകത്തിലെ ഏറ്റവും ധനികനായ ബിൽഗേറ്റ്സിനോട് ഒരിക്കൽ ആരോ ചോദിച്ചു, ലോകത്തിൽ നിങ്ങളെക്കാൾ ധനികൻ ആരെങ്കിലും ഉണ്ടോ? ബിൽഗേറ്റ്സ് മറുപടി പറഞ്ഞു, അതെ, എന്നേക്കാൾ സമ്പന്നനായ ഒരാളുണ്ട്. പിന്നെ ബിൽഗേറ്റ്സ് ഒരു കഥ പറഞ്ഞു. ഞാൻ പണക്കാരനും പ്രശസ്തനുമല്ലാതിരുന്ന സമയത്തായിരുന്നു അത്. ഞാൻ ന്യൂയോർക്ക് എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ ഒരു പത്രക്കച്ചവടക്കാരനെ കണ്ടു. എനിക്ക് ഒരു പത്രം വാങ്ങാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ അതിനു വേണ്ടത്ര ചേഞ്ച് ഇല്ലായിരുന്നു. അതിനാൽ ഞാൻ അത് വാങ്ങുകയും തിരികെ അദ്ദേഹത്തിന് നൽകുകയും ചെയ്യാം എന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിൽ വേണ്ടത്ര ചേഞ്ച് ഇല്ലെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. കച്ചവടക്കാരൻ പറഞ്ഞു, ഞാനിത് നിങ്ങൾക്ക് സൗജന്യമായി നൽകുന്നു. അയാളുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ പത്രമെടുത്തു. യാദൃശ്ചികമായി 2-3 മാസങ്ങൾക്ക് ശേഷം ഞാൻ അതേ വിമാനത്താവളത്തിൽ വന്നിറങ്ങി. എൻ്റെ കയ്യിൽ അന്നും പേപ്പർ മേടിക്കുവാനുള്ള ചേഞ്ച് ഇല്ലായിരുന്നു. കച്ചവടക്കാരൻ എനിക്ക് വീണ്ടും പത്രം വാഗ്ദാനം ചെയ്തു. ഞാനത് നിരസിച്ചു. ഇന്നും എൻ്റെ കയ്യിൽ ചേഞ്ച് ഇല്ലാത്തതിനാൽ എനിക്കതെടുക്കുവാൻ കഴിയില്ലെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, നിങ്ങൾക്കിതെടുക്കാം, ഇത് എൻ്റെ ലാഭത്തിൽ നിന്ന് പങ്കിടുന്നു, എനിക്കിതുകൊണ്ട് നഷ്ടമുണ്ടാകുകയില്ല. ഞാൻ പത്രമെടുത്തു. 19 വർഷത്തിനു ശേഷം ഞാൻ പ്രശസ്തനും ആളുകൾക്ക് അറിയപ്പെട്ടവനുമായി. പെട്ടെന്നൊരിക്കൽ ഞാൻ ആ കച്ചവടക്കാരനെക്കുറിച്ച് ഓർത്തു. ഞാൻ അദ്ദേഹത്തെ തിരയാൻ തുടങ്ങി. ഏകദേശം 1.5 മാസത്തെ തിരച്ചിലിന് ശേഷം ഞാൻ അയാളെ കണ്ടെത്തി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് എന്നെ അറിയാമോ? അയാൾ പറഞ്ഞു, അറിയാം, നിങ്ങൾ ബിൽഗേറ്റ്സ് ആണ്. ഞാൻ അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചു, ഒരിക്കൽ നിങ്ങൾ എനിക്ക് പത്രം സൗജന്യമായി തന്നത് ഓർക്കുന്നുണ്ടോ? കച്ചവടക്കാരൻ പറഞ്ഞു, അതെ, ഞാൻ ഓർക്കുന്നു. ഞാൻ താങ്കൾക്ക് 2 പ്രാവശ്യം തന്നിരുന്നു. ഞാൻ പറഞ്ഞു, ആ സമയം നിങ്ങൾ എനിക്ക് വാഗ്ദാനം ചെയ്ത സഹായം എനിക്ക് നിങ്ങൾക്ക് തിരികെ നൽകണം. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും എന്നോട് പറയൂ, ഞാനത് നിറവേറ്റും. കച്ചവടക്കാരൻ പറഞ്ഞു, സാർ, അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എൻ്റെ സഹായവുമായി തുല്യതപ്പെടാൻ കഴിയില്ലെന്ന് നിങ്ങൾ കരുതുന്നില്ലേ? ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു പാവപ്പെട്ട പത്രക്കച്ചവടക്കാരനായിരുന്നപ്പോഴാണ് നിങ്ങളെ സഹായിച്ചത്. നിങ്ങൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായപ്പോൾ എന്നെ സഹായിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ സഹായം എൻ്റേതുമായി എങ്ങനെ തുല്യതപ്പെടും? അന്ന് ഞാൻ മനസ്സിലാക്കി, ആ പത്രക്കച്ചവടക്കാരൻ എന്നേക്കാൾ വലിയ പണക്കാരനാണെന്ന്. കാരണം ആരെയെങ്കിലും സഹായിക്കുവാൻ അദ്ദേഹം സമ്പന്നനാകാൻ കാത്തുനിന്നില്ല. ധാരാളം പണത്തേക്കാൾ സമ്പന്നമായ ഹൃദയമുള്ളവരാണ് യഥാർത്ഥ ധനികർ എന്ന് ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാൻ സമ്പന്നമായ ഹൃദയമുണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്.